നെപ്പോളിയന്റെ പ്രതിമകൾ തിരഞ്ഞു പിടിച്ച് തകർക്കുന്ന ഒരു കുറ്റവാളി. അതിനു പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ഇൻസ്പെക്ടർ ലെസ്ട്രേഡ് ഷെർലക് ഹോംസിന്റെ സഹായം തേടുന്നു. കുറ്റവാളിയെ പിടികൂടിയതിനു ശേഷം അവസാനമാണ് കഥയിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരുന്നത്. ഷെർലക് ഹോംസിന്റെ ബുദ്ധിപരവും നാടകീയത നിറഞ്ഞതുമായ ഒരു കേസന്വേഷണം. അതിങ്ങനെയാണ്. മിസ്റ്റർ ഹോംസ്, താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്നെ ഒരു കാര്യം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ അസംബന്ധമെന്ന് തോന്നാം. നെപ്പോളിയൻ ഒന്നാമനോട് ഇത്രയധികം വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരാൾ, നെപ്പോളിയന്റെ ചിത്രമോ പ്രതിമയോ എന്ത് കണ്ടാലും നശിപ്പിക്കുന്ന ഒരാൾ. ഇത് ആശ്ചര്യമായിരിക്കുന്നല്ലോ. തന്റെ ഔദ്യോഗിക ഡയറി പുറത്തെടുത്ത് ലെസ്ട്രേഡ് വിവരിക്കാൻ തുടങ്ങി. കെന്നിങ്ടൺ റോഡിലെ ചിത്രങ്ങളും പ്രതിമകളും വിൽക്കുന്ന ഹഡ്സന്റെ കടയിലാണ് 4 ദിവസം മുൻപ് ആദ്യം തകർക്കപ്പെട്ടത്. ഹഡ്സന്റെ അസിസ്റ്റന്റ് പുറത്തുപോയ സമയം പെട്ടെന്ന് പ്രതിമകൾ പൊട്ടിയുടയുന്ന ശബ്ദം കേട്ട് തിരികെ വന്നപ്പോൾ കാണുന്നത് നെപ്പോളിയന്റെ പ്രതിമ തകർന്നു കിടക്കുന്നതാണ്. അയാൾ ധൃതി പിടിച്ച് റോഡിലിറങ്ങി ഓടിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. വഴിപോക്കരിൽ പലരും ഒരാൾ തിരക്കിൽ ഓടി മറയുന്നത് കാണുകയുണ്ടായി. പക്ഷേ ആ ദ്രോഹിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. സംഭവം ബീറ്റ് പോലീസുകാരനോട് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. പ്രതിമയ്ക്ക് നിസ്സാര വിലയേ വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വലിയ അന്വേഷണത്തിന് പ്രസക്തിയില്ലെന്ന് ആദ്യം കരുതി. പക്ഷേ ഇന്നലെ രാത്രി പിന്നെയും ഒരു സംഭവം. കെന്നിങ്ടൺ റോഡിൽ ഹഡ്സന്റെ കടയ്ക്ക് കുറച്ച് ദൂരം മാറി ഒരു ഡോക്ടർ താമസിക്കുന്നുണ്ട്. ഡോക്ടർ ബാർണിക്കോട്ട്. വളരെ പ്രശസ്തിയും പേരുമുള്ള ഡോക്ടർ. ഡോക്ടർ താമസിക്കുന്ന വീടും ക്ലിനിക്കും കെന്നിങ്ടൺ റോഡിലാണെങ്കിലും 2 മൈൽ മാറി അദ്ദേഹത്തിന് മറ്റൊരു ക്ലിനിക്കുണ്ട്. ഡോക്ടർ ബാർണിക്കോട്ട് നെപ്പോളിയൻ ചക്രവർത്തിയുടെ കടുത്ത ആരാധകനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഫ്രഞ്ച് ശില്പി ഡിവൈൻ ചെയ്ത 2 പ്ലാസ്റ്റർ പ്രതിരൂപങ്ങൾ വാങ്ങിയത്. ഒരെണ്ണം തന്റെ വീട്ടിലും മറ്റേത് ലോവർ കെന്നിങ്ടൺ റോഡിലെ ക്ലിനിക്കിലും സ്ഥാപിച്ചു. ഇന്നു രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് ഡോക്ടർ കാണുന്നത് തലേ ദിവസം ആരോ മോഷ്ടിക്കാൻ കടന്നിരിക്കുന്നു. നെപ്പോളിയന്റെ തലയല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതാകട്ടെ വീടിന് പുറത്ത് ഗാർഡന്റെ മതിലിൽ അടിച്ചു തകർത്ത നിലയിൽ ചിതറിക്കിടക്കുന്നു. ഹോംസ് തന്റെ കൈകൾ കൂട്ടിത്തിരുമി. ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. നോക്കൂ, കഥ ഇനിയും അവസാനിച്ചിട്ടില്ല. തിരിച്ച് ക്ലിനിക്കിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അതിലും വിചിത്രമായിരുന്നു. 12 മണിക്ക് ഏറ്റിരുന്ന സർജറിക്ക് തയ്യാറെടുത്തു വന്ന ഡോക്ടർ കണ്ടത് 2ാമത്തെ പ്രതിമ. നെപ്പോളിയന്റെ തല അടിച്ചു തകർത്തിരിക്കുന്നതാണ്. അവിടെ ആവട്ടെ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ ഇവൻ ഭ്രാന്തനാണോ ക്രിമിനലാണോ എന്നതിനൊന്നും ഇട കൊടുക്കാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മിസ്റ്റർ ഹോംസ് എന്തു പറയുന്നു? എല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു. ആട്ടെ, ഡോക്ടർ ബാർണിക്കോട്ടിന്റെ 2 പ്രതിമകളും ഹഡ്സന്റെ കടയിലെ പ്രതിമയുടേത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നോ? അതെ, ഒരേ അച്ചിൽ നിന്നും വാർത്തെടുത്തത്. ഈ വസ്തുതയിൽ നിന്നും ഒരു കാര്യം തെളിയുന്നുണ്ട്. നെപ്പോളിയനോടുള്ള വിദ്വേഷം ഒന്നുകൊണ്ട് മാത്രമല്ല ഈ ധ്വംസനം നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ലണ്ടനിൽ എത്ര നെപ്പോളിയൻ പ്രതിമകൾ തകർക്കപ്പെടണം? ഈ 3ഉം ഒരേ അച്ചിൽ വാർത്തത് തന്നെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തോ പന്തികേടുണ്ട്. ഞാനും അങ്ങനെ തന്നെ കരുതുന്നു. വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ അയാൾക്ക് അറിയാവുന്ന 3 പ്രതിമകൾ അടുത്ത് കിട്ടിയപ്പോൾ അവ തകർത്ത് കളഞ്ഞു. ഉദ്ദേശം കിട്ടാവുന്ന പ്രതിമകൾ തല്ലിക്കളയൽ അല്ലെന്നുണ്ടോ? എന്തു തോന്നുന്നു മിസ്റ്റർ വാട്സൺ? മൈനോമാനിയ എന്ന അസുഖത്തിന് ഇത്തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ അത് ഭ്രാന്ത് വരെ എത്താറുണ്ട്. നെപ്പോളിയനെ കൂടുതൽ അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നെപ്പോളിയൻ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ആരുടെയെങ്കിലും ബന്ധുവോ ഒക്കെ ആവാം. മനസ്സിൽ കുമിഞ്ഞു കൂടിയ അമർഷത്തിന്റെ അണപൊട്ടൽ. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മിസ്റ്റർ വാട്സൺ, ഞാൻ ആ വ്യാഖ്യാനത്തിനോട് തീരെ യോജിക്കുന്നില്ല. ഇതൊരു മൈനോമാനിയക് തന്നെയാവട്ടെ, പക്ഷേ അയാൾക്ക് എങ്ങനെ ഇത്ര കൃത്യമായി ഈ പ്രതിമകളുടെ ഉദ്ഭവസ്ഥാനം പിടികിട്ടി? ഹോംസ് നിഷേധാർത്ഥത്തിൽ തലയാട്ടി പറഞ്ഞു. പിന്നെ നമ്മളെങ്ങനെ ഈ പ്രതിഭാസത്തെ വിലയിരുത്തണം? ഞാൻ വിലയിരുത്തുകയല്ല. ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യം എനിക്ക് തോന്നിയത് ഈ 2 ധ്വംസനങ്ങളും കൈകാര്യം ചെയ്ത രീതിയാണ്. വീട്ടിനുള്ളിലെ പ്രതിമ അകത്തുള്ളവരാരും അറിയാതെ പുറത്തു കൊണ്ടുപോയി നശിപ്പിച്ചിരിക്കുന്നു. ക്ലിനിക്കിലെ പ്രതിമയാവട്ടെ അതിരുന്ന സ്ഥലത്ത് തന്നെ തകർത്തിരിക്കുന്നു. ഇത് നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും തള്ളിക്കളയാനാവില്ല. ഇത്തരം നിസ്സാര സംഭവങ്ങൾ ഭാവിയിലേക്കുള്ള വഴികാട്ടിയാവാറുണ്ട്. പ്രത്യേകിച്ച് മുൻപുള്ള അനുഭവങ്ങൾ എന്നെ അങ്ങനെ കാണാനാണ് പഠിപ്പിക്കുന്നത്. മിസ്റ്റർ വാട്സൺ, അബർണിറ്റി കുടുംബത്തിൽ നടന്ന കഥ താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും ഈ സംഭവത്തെ നിസ്സാരമായി കാണുന്നില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഇനി ആവർത്തിച്ചാൽ എന്നെ വിവരമറിയിക്കാൻ മടിക്കരുത് മിസ്റ്റർ ലെസ്ട്രേഡ്. എന്തായാലും അധികം താമസിച്ചില്ല. അടുത്ത ദിവസം തന്നെ രാവിലെ വാതിൽക്കൽ ഒരു മുട്ടുകേട്ട് ഷെർലക് ഹോംസ് വാതിൽ തുറന്നു. ഒരാൾ കയ്യിൽ ഒരു ടെലഗ്രാമുമായി നിൽക്കുന്നു. ഉടനെ എത്തുക, 131 പീറ്റ് സ്ട്രീറ്റ്, കെന്നിങ്ടൺ റോഡ്. ലെസ്ട്രേഡ്. എന്താണ് സംഗതി? ഒന്നും പിടികിട്ടുന്നില്ല. ആ ഭ്രാന്തന്റെ ധ്വംസനങ്ങൾ പിന്നെയും തുടരുന്നുണ്ടാവാം. വാട്സൺ,
മേശപ്പുറത്ത് കാപ്പിയുണ്ട്. കാപ്പി കുടിച്ച് വേഗം വരൂ. കാർ പുറത്തു നിൽക്കുന്നു. അരമണിക്കൂറിനകം അവർ പീറ്റ് സ്ട്രീറ്റിലെത്തി. ലണ്ടനിലെ താരതമ്യേന തിരക്ക് കുറഞ്ഞ ശാന്തമായ സ്ഥലം. 131 നമ്പർ കെട്ടിടം പഴകിയ ഒരു നില കെട്ടിടത്തിന്റെ ഇടയിലായിരുന്നു. അതിനു മുൻപിൽ ഒരാൾക്കൂട്ടം. പെട്ടെന്ന് ഹോംസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു കൊലപാതക ശ്രമമെങ്കിലും നടന്നിരിക്കുമെന്ന് ഉറപ്പാണ്. ലണ്ടനിലെ ചെറുകിട പത്രക്കാർ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. വരൂ, നമുക്ക് അയാളുടെ അടുത്തേക്ക് നീങ്ങാം. ലെസ്ട്രേഡ് ഗൗരവത്തോടെ അവരെ സ്വീകരിച്ച് മുറിയിലേക്ക് ആനയിച്ചു. അവിടെ അല്പം മുതിർന്ന ഒരാൾ വളരെ അസ്വസ്ഥനായി കസേരയിലിരിക്കുന്നു. അയാളെ ലെസ്ട്രേഡ് പരിചയപ്പെടുത്തി. ഇത് മിസ്റ്റർ ഹൊറൈസ് ഹാർക്കർ, സെൻട്രൽ പ്രസ് സിൻഡിക്കേറ്റിൽ ജോലി ചെയ്യുന്നു. പ്രശ്നം നെപ്പോളിയൻ പ്രതിമ തന്നെ അല്ലേ ലെസ്ട്രേഡ്? അതെ ഹോംസ്, ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ചതല്ലേ ഉള്ളൂ. ഒരു ദിവസം തികച്ചും കഴിയുന്നതിന് മുൻപ് വീണ്ടും ഒരു സംഭവം. അതാണ് ഉടനെ കമ്പിയടിച്ചു വരുത്തിയത്. ഇത് ശ്രദ്ധിച്ചിരുന്ന വീട്ടുടമസ്ഥൻ വിഷാദത്തോടെ വിവരിച്ചു. ഒരു പാവം പത്രപ്രവർത്തകനാണ് ഞാൻ. ഇതുവരെ മറ്റുള്ളവരുടെ കഥകളായിരുന്നു എൻ്റെ പത്രക്കോളങ്ങളിൽ വന്നിരുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ വാർത്ത പത്രങ്ങളെ അറിയിക്കേണ്ട ഗതികേടിലാണ്. താങ്കളല്ലേ പേരുകേട്ട ഡിറ്റക്റ്റീവ് മിസ്റ്റർ ഷെർലക് ഹോംസ്? താങ്കൾക്കെങ്കിലും ഈ കടങ്കഥയുടെ കെട്ടഴിച്ചു തരാനാകുമോ സാർ? വളരെ കൗതുകപൂർവ്വം ഷെർലക് ഹോംസ് അയാൾക്കരികിൽ കസേര വലിച്ചിട്ടിരുന്നു. ഞാൻ ഹൈ സ്ട്രീറ്റ് സ്റ്റേഷനിലുള്ള ഹാർഡിംഗ് ബ്രദേഴ്സിൽ നിന്നും വാങ്ങിയ നെപ്പോളിയന്റെ പ്രതിമയാണെന്ന് തോന്നുന്നു ഇതിനൊക്കെ തുടക്കം കുറിച്ചത്. 4 ദിവസം മുമ്പാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഞാനത് വാങ്ങിക്കൊണ്ട് വന്നത്. ദിവസേന രാത്രി വളരെ വൈകുന്നതുവരെ ഞാൻ ജോലി ചെയ്യാറുണ്ട്. ഇന്നലെയും അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താഴത്തെ നിലയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ശ്രദ്ധിച്ചെങ്കിലും പിന്നീട് അത് തുടരുകയുണ്ടായില്ല. ഒന്നുമില്ലെന്ന് സമാധാനിച്ച് 1 മിനിറ്റ് കഴിയുന്നതിന് മുൻപ് തന്നെ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ട് ഞാനാകെ തരിച്ചിരുന്നു പോയി. അതുപോലൊരു ശബ്ദം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോഴും ആ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കൈത്തോക്കും എടുത്ത് താഴെ ഇറങ്ങി. മുറിയുടെ ജനാലകളെല്ലാം തുറന്നു കിടക്കുന്നു. ആകെ അലങ്കോലമായ മുറിയിൽ നെപ്പോളിയന്റെ തല മാത്രം കാണുന്നില്ല. ഈ വില കുറഞ്ഞ പ്രതിമയ്ക്ക് വേണ്ടി ആരാണ് ഇത്രയും സാഹസം ചെയ്തതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. വാതിൽ തുറന്നു കിടക്കുന്നു. ഈ വാതിലിലൂടെ കുറ്റവാളിക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാനാവും. ഞാൻ മറുവശത്തെ വാതിലിലൂടെ തിരക്കിട്ട് പുറത്തു കടക്കുമ്പോഴേക്കും എന്തോ തടഞ്ഞ് ഞാൻ വീഴുകയായിരുന്നു. തടഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു ശവശരീരം. അയാൾ മലർന്നു കിടക്കുന്നു. ഹോ, ഇന്നും എനിക്ക് അയാളെ കൺമുന്നിൽ കാണാം. വായ മുഴുവനായി തുറന്ന് ഒരു വല്ലാത്ത ഭീകര രൂപം. ഉടനെ പോലീസ് വീസിലെടുത്ത് ഊതിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഉണരുമ്പോൾ എൻ്റെ മുൻപിൽ 2 പോലീസുകാരാണ് നിന്നിരുന്നത്. ആരായിരുന്നു മരിച്ചത്? അതാരാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ലെസ്ട്രേഡ് തുടർന്നു. ശവശരീരം ഇപ്പോഴും മോർച്ചറിയിലുണ്ട്. വളരെ തരംതാണ വസ്ത്രധാരണം. ഉദ്ദേശം 30ഓടടുത്ത് പ്രായം. ശക്തനായ ഒരാളുടെ എല്ലാ തലയെടുപ്പും. ആൾ വെറുമൊരു കൂലിപ്പണിക്കാരനാണ് തോന്നുന്നില്ല. കൊമ്പിന്റെ പിടിയുള്ള ഒരു കത്തി അരികത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കഷ്ണം ആപ്പിളും ഉരുണ്ട നൂലും ലണ്ടൻ നഗരത്തിന്റെ ഒരു പഴയ ഭൂപടവും പിന്നെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ദാ ഇതാണ് ആ ഫോട്ടോ. ഒരു ചെറിയ ക്യാമറയിലെടുത്ത ഫോട്ടോ. കറുത്ത് തടിച്ച പുരുകങ്ങളുള്ളവ, ഉണർന്ന ഭാവമുള്ള മുഖം. മുഖത്തിന്റെ താഴെ താടി ഒരു കുരങ്ങിൻ്റേതുപോലെ തള്ളി നിൽക്കുന്നുണ്ട്. വിശദമായ ഫോട്ടോ കണ്ട ശേഷം ഹോംസ് ചോദിച്ചു, നെപ്പോളിയന്റെ തലയ്ക്ക് എന്ത് സംഭവിച്ചു? കാം ഹൗസ് റോഡിന് മുന്നിലുള്ള തോട്ടത്തിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. താങ്കളും വരുന്നോ? തീർച്ചയായും. കാർപ്പറ്റും ജനൽവാതിലും വിശദമായി പരിശോധിച്ച ശേഷം ഹോംസ് പറഞ്ഞു, നമ്മുടെ സുഹൃത്തിന്റെ നീണ്ട കാലുകളാണ് ഒരുപക്ഷെ ഇത്ര ലാഘവത്തോടെ ഈ സാഹസം നടത്താൻ സഹായിച്ചത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉയരത്തിൽ ജനൽവാതിൽ തുറക്കാനും എളുപ്പം കൃത്യം കഴിഞ്ഞ് രക്ഷപ്പെടാനും കഴിയുമായിരുന്നില്ല. അതൊക്കെ പോട്ടെ, മിസ്റ്റർ ഹാർക്കർ, താങ്കളും ഞങ്ങളുടെ കൂടെ പോരുന്നോ? മിസ്റ്റർ ഹാർക്കർ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളോടെ അവ സായാഹ്നപത്രങ്ങളിൽ വന്നു കാണും. സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന പത്രാധിപർ എന്ന നിലയ്ക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഇത് നേരിൽ കണ്ടത് കാരണം ആകെ തളർന്നു പോയിരിക്കുന്നു. ഇനിയും വൈകിയാൽ പിന്നെ ഞാൻ റിപ്പോർട്ട് എഴുതുന്നതിൽ ഒരു കാര്യവുമില്ലാതെയാവും. അവർ പുറത്തിറങ്ങുമ്പോഴേക്കും പത്രപ്രവർത്തകർ പേന കൊണ്ട് കടലാസിൽ വരച്ചു തുടങ്ങി. കുറച്ചു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് സഞ്ചരിക്കാൻ. പ്രതിമ തകർന്നു കിടക്കുന്ന സ്ഥലം വിശദമായി തന്നെ ഹോംസ് പരിശോധിച്ചു കൊണ്ടിരുന്നു. ആ അജ്ഞാതന്റെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും ജനിപ്പിച്ച നെപ്പോളിയൻ പ്രതിമ കഷ്ണങ്ങളായി ചിതറിക്കിടക്കുന്നു. ഹോംസിന്റെ മുഖത്ത് എന്തൊക്കെയോ സൂചനകൾ ലഭിച്ചതിന്റെ അടയാളങ്ങൾ. ലെസ്ട്രേഡ് അന്തരീക്ഷമാകെ വീക്ഷിച്ച് ഹോംസിനോട് ചോദിച്ചു, എന്തു തോന്നുന്നു? ഹോംസ് ചുമലുകൾ ചെരിച്ച് പതുക്കെ പറഞ്ഞു, നമുക്കിനിയും എത്രയോ സഞ്ചരിക്കാനുണ്ട്. ചില വസ്തുതകൾ എന്റെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു. ഈ പ്രതിമ തട്ടിയെടുക്കുക എന്നത് ആ അജ്ഞാതന്റെ ഒരേ ഒരു ലക്ഷ്യമായിരുന്നു. അതിന് എന്തു വിലയും നൽകാൻ തക്കവണ്ണം. പിന്നെ മറ്റൊരു വസ്തുത, അയാൾ അത് വീട്ടിൽ കണ്ട സ്ഥലത്ത് തന്നെ തല്ലിത്തകർക്കാൻ ശ്രമിച്ചില്ല എന്നതാണ്. മോഷണ ശ്രമത്തിനിടയിൽ ആ മനുഷ്യനെ കണ്ടത് അയാളെ പ്രകോപിപ്പിച്ചിരിക്കണം. അത് ശരി തന്നെ. പക്ഷേ ഈ സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു? ഒരുപക്ഷെ
ഈ ഒഴിഞ്ഞ സ്ഥലം മറ്റാരുടെയും ശ്രദ്ധയിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടായിരിക്കും. ശരിയാണ്, പക്ഷേ പ്രതിമയുണ്ടായിരുന്ന വീടിനും ഈ സ്ഥലത്തിനും ഇടയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കുറേയുണ്ടായിരുന്നുവല്ലോ. എന്തുകൊണ്ട് ഈ സ്ഥലം തന്നെ? അവരുടെ തലയ്ക്ക് മുകളിലുള്ള തെരുവ് വിളക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഇവിടെയാകുമ്പോൾ വെളിച്ചത്ത് വെച്ച് എല്ലാം കാണാം. ദൈവമേ, അത് ശരിയാണല്ലോ. ഡോക്ടർ ബാർണിക്കോട്ടിന്റെ വീട്ടിലെ പ്രതിമയും ഇങ്ങനെയൊരു വിളക്ക് കാലിന് മുന്നിൽ വെച്ചാണ് നശിപ്പിച്ചിരിക്കുന്നത് എന്നിപ്പോൾ ഓർമ്മ വരുന്നു. മിസ്റ്റർ ഹോംസ്, നമുക്കിനി എന്ത് ചെയ്യാനാകും? മനസ്സിൽ ഇത് കുറിച്ചു വെക്കുക. ഇപ്പോൾ അത്രമാത്രം ചെയ്താൽ മതി. ഇതിനെ കൂട്ടിയണക്കുന്ന എന്തെങ്കിലും നമുക്ക് വഴിയെ ലഭിക്കാതിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് മരിച്ചുപോയ ആളെ തിരിച്ചറിയലാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിറ്റ്സ് തെരുവിൽ അയാൾ എന്തിനു വന്നുവെന്നും ഹെറോയിസ് ഹാർക്കറുടെ വീട്ടിൽ വെച്ച് അയാളെ കൊന്നതാരാണെന്നും നമുക്കറിയാൻ കഴിഞ്ഞേക്കും. എന്തു പറയുന്നു മിസ്റ്റർ ഹോംസ്? അത് ശരി തന്നെ, പക്ഷേ അങ്ങനെയല്ല ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എങ്ങനെയാണ്? അത് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, താങ്കൾ താങ്കളുടെ വഴിയിൽ മുന്നോട്ട് പോകൂ, ഞാൻ എൻ്റെ വഴിയെയും സഞ്ചരിക്കാം. പക്ഷേ രണ്ടുപേരുടെയും കണ്ടെത്തലുകൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോൾ നമുക്ക് പുനർചർച്ച ചെയ്യാം. ശരി, സമ്മതിച്ചു. പിന്നെ ലെസ്ട്രേഡ്, താങ്കൾ പിറ്റ്സ് തെരുവിലേക്ക് പോവുകയാണെങ്കിൽ മിസ്റ്റർ ഹെറോയിസ് ഹാർക്കറോട് പറയണം അയാളുടെ വീട്ടിൽ ഇന്നലെ കയറിയത് ഒരു ഭയങ്കരനായ സമനില തെറ്റിയ നരഭോജിയാണെന്ന്. അതയാൾക്ക് അയാളുടെ റിപ്പോർട്ടിന് സഹായകമാകും. ഹോംസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലെസ്ട്രേഡ് അന്തം വിട്ടുപോയി. താങ്കൾക്കെന്താ വിശ്വാസം വരുന്നില്ലേ? എന്തായാലും മിസ്റ്റർ ഹാർക്കർക്കും അയാളുടെ പത്രം സെൻട്രൽ പ്രസ് സിൻഡിക്കേറ്റിനും ഇതൊരു രസകരമായ വാർത്തയായിരിക്കുമെന്ന് തീർച്ച. അതിരിക്കട്ടെ, താങ്കൾ ഇന്ന് വൈകുന്നേരം ബേക്കർ സ്ട്രീറ്റിൽ വരണം. അതുവരെ ഈ മരിച്ചയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോട്ടോ എൻ്റെ കൈവശം ഇരിക്കട്ടെ. കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ നീങ്ങുകയാണെങ്കിൽ ഇന്നു രാത്രി തന്നെ നമുക്കൊരു സാഹസിക യാത്ര നടത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ. വാട്സണും ഹോംസും നേരെ ഹൈ സ്ട്രീറ്റിലെ ഹൗളിംഗ് ബ്രദേഴ്സിന്റെ കട ലക്ഷ്യമാക്കി നടന്നു. തകർക്കപ്പെട്ട പ്രതിമ ഇവിടെ നിന്നും വാങ്ങിയതാണ്. അന്വേഷിച്ചപ്പോൾ കടയുടമസ്ഥൻ ഹാർഡിംഗ് ഉച്ച കഴിഞ്ഞേ വരികയുള്ളൂ. ഹോംസിന്റെ മുഖത്ത് നിരാശയും പ്രകടമായിരുന്നു. സാരമില്ല വാട്സൺ, എല്ലായ്പ്പോഴും നമ്മുടെ വഴിക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങണമെന്നില്ലല്ലോ. നമുക്ക് വൈകുന്നേരം ഒന്നുകൂടി ശ്രമിക്കാം. അപ്പോഴേക്കും മിസ്റ്റർ ഹാർഡിംഗ് മടങ്ങിയെത്താതിരിക്കില്ല. എനിക്കെന്തായാലും ഈ പ്രതിമകളുടെ ഉത്ഭവം എവിടെയാണെന്ന് അറിയാൻ തിടുക്കമുണ്ട്. ഇപ്പോൾ നമുക്ക് കെന്നിങ്ടൺ റോഡിലെ മോഡ്സ് ഹഡ്സന്റെ കട വരെ ഒന്ന് പോകണം. അയാൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം തരാതിരിക്കില്ല. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തുകൊണ്ട് അവർ ഹഡ്സന്റെ കടയിലെത്തി. അതെ സാർ, ഇവിടെ നിന്ന് ഡോക്ടർ ബാർണിക്കോട്ട് വാങ്ങിയ 2 പ്രതിമകളാണ് തകർന്നു പോയത്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? നികുതിയും വാടകയും മറ്റും കൊടുത്ത് പാടുപെട്ട് നടത്തുന്ന കച്ചവടമാണിത്. ഇതെന്റെ കച്ചവടത്തെ തീർച്ചയായും ബാധിക്കാതിരിക്കില്ല. ആർക്കും എന്തും ചെയ്യാമെന്നായിരിക്കുന്നു സാർ. ഹോംസിന്റെ അന്വേഷണങ്ങൾക്ക് അയാൾ തടസ്സമില്ലാതെ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പ്രതിമകൾ എവിടെ നിന്ന് കിട്ടി എന്നതിൽ എന്താണ് സാർ പ്രസക്തി? എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. സ്റ്റെപ്നിയിലെ ചർച്ച് സ്ട്രീറ്റിലെ 20 വർഷത്തിലധികം പഴക്കമുള്ള കമ്പനി. എത്ര എണ്ണമാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നോ? ആ 2ഉം പിന്നെ ഒരെണ്ണം എൻ്റെ കടയിൽ വെച്ച് തന്നെ നശിപ്പിച്ചത്. അങ്ങനെ 3 എണ്ണം. എന്ത്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അറിയാമോന്നോ? അറിയില്ലല്ലോ. നിനക്ക് ഇത് അറിയാമെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓഹോ, ഇത് ബെപ്പോയല്ലേ? ഇയാൾ ഇറ്റലിക്കാരനായ ഒരു കൊത്തുപണിക്കാരനാണ്. കൊത്തുപണികളും മിനുക്കുപണികളും ചെയ്യുന്നയാൾ. കഴിഞ്ഞ ആഴ്ച വരെ അയാൾ എൻ്റെ കടയിലുണ്ടായിരുന്നു. ഈ പ്രതിമകൾ തകർക്കുന്നതിന് 2 ദിവസം മുൻപ് അയാൾ സ്ഥലം വിട്ടതാണ്. എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോയെന്നോ ഒരു വിവരവുമില്ല. അയാളെ കൊണ്ട് എനിക്ക് ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പുറത്തിറങ്ങി അവർ നടന്നു നീങ്ങിയപ്പോൾ ഹോംസ് പറഞ്ഞു, മോഡ്സ് ഹഡ്സണിൽ നിന്നും ഇത്രയൊക്കെ കിട്ടിയത് ധാരാളം. എന്തായാലും കെന്നിങ്ടൺ തെരുവിനും കെൻസിങ്ടൺ തെരുവിനും ഈ സംഭവങ്ങൾ ബന്ധിപ്പിക്കുന്ന പൊതുഘടകമായി മിസ്റ്റർ ബെപ്പോയെ കിട്ടിയല്ലോ. നമുക്ക് ഹെൽഡർ ആൻഡ് കമ്പനി വരെ ഒന്ന് പോകാം. അവിടെ നിന്നും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വിശാലമായ ഹെൽഡർ ആൻഡ് കമ്പനിയുടെ മുന്നിലെത്തിയപ്പോൾ അതൊരു പ്രതിമകളുടെയും വാർപ്പ് പണികളുടെയും ലോകമാണെന്ന് തോന്നി. പുറത്ത് 50ഓളം ജോലിക്കാർ കൊത്തുപണിയിൽ മുഴുകിയിരിക്കുന്നു. തടിച്ച ജർമ്മൻ മാനേജർ അവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വിശദമായ തൃപ്തികരമായ ഉത്തരങ്ങൾ അയാൾ നൽകി. നെപ്പോളിയൻ പ്രതിമയുടെ മാർബിൾ ശില്പത്തിൽ നിന്നും അനേകം പ്രതിമകൾ നിർമ്മിച്ച് വിൽക്കുകയുണ്ടായി. അവയിൽ 3 എണ്ണം മോഡ്സ് ഹഡ്സനാണ് വിറ്റത്. 1 വർഷം മുമ്പാണത്. അതേ കൂട്ടത്തിൽപ്പെട്ട 3 എണ്ണം ഹെൻസിങ്ടണിലെ ഹാർഡിംഗ് ബ്രദേഴ്സിന് വിൽക്കുകയുണ്ടായി. ആ 6 പ്രതിമകളും ഒരേപോലെ തോന്നിപ്പിക്കുന്നവ. അവയെ നശിപ്പിക്കാൻ കാരണമൊന്നും കാണുന്നില്ല. 6 ഷില്ലിങ്ങിനാണ് ഞങ്ങളത് വിൽക്കുന്നത്. റീറ്റെയിലുകൾക്ക് 12 ഷില്ലിങ് വരെ ഇടയ്ക്ക് വിലയിടും. 2 പ്രതിരൂപങ്ങൾ മുൻവശത്തു നിന്നും പുറകുവശത്തു നിന്നും ഉണ്ടാക്കി ചേർത്താണ് ഒരു പ്രതിമയാക്കുന്നത്. ഇറ്റാലിയൻ ജോലിക്കാരാണ് ഇത് ചെയ്യുന്നത്. പ്രതിമകൾ ബെഞ്ചിൽ നിവർത്തിക്കിടത്തി ഉണക്കിയെടുത്ത് സ്റ്റോറിലേക്ക് നീക്കം ചെയ്യും.
ഇത്രയും കേട്ട ശേഷം ഹോംസ് പോക്കറ്റിലിരുന്ന ഫോട്ടോ കാണിച്ചു. പെട്ടെന്ന് മാനേജറുടെ മുഖം ഒന്ന് തുടുത്തു. ഇരുനെറ്റികളും ചുളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ ദ്രോഹിയെ അറിയുമോന്നോ? ശരിക്കറിയാം. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന ഈ സ്ഥാപനത്തിൽ പോലീസുകാർ കയറിയിറങ്ങിയത് ഈ ദ്രോഹി കാരണമാണ്. ഏതാണ്ട് 1 വർഷം മുൻപ് ഇവൻ മറ്റൊരു ഇറ്റലിക്കാരനെ കുത്തിയ ശേഷം ജോലിക്ക് വന്നു. വിവരമറിഞ്ഞ് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്തു. ബെപ്പോ എന്നാണ് ഇവന്റെ പേര്. ഇവനെ ജോലിക്ക് വെച്ചത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെങ്കിലും ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഇവൻ നല്ലൊരു ശില്പി തന്നെയായിരുന്നു. അയാൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത്? ഏതാണ്ട് 1 കൊല്ലത്തോളം അവൻ ജയിലിലായിരുന്നു. ഇപ്പോൾ മിക്കവാറും പുറത്തിറങ്ങി കാണും. പക്ഷേ ഇവിടെ വരാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അവന്റെ ഒരു ബന്ധു ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന് നോക്കാവുന്നതാണ്. വേണ്ട വേണ്ട, ദയവ് ചെയ്ത് അയാളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക കൂടി ചെയ്യരുത്. അന്വേഷണം മുറുകും തോറും ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുകൂടി കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. താങ്കളുടെ രജിസ്റ്ററിൽ ഈ പ്രതിമയുടെ വിൽപ്പന കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ജൂൺ 3-ാം തീയതി എന്നാണ്. ബെപ്പോ എന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞു തരാമോ? എനിക്ക് അവന്റെ ശമ്പളക്കണക്ക് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും. മെയ് 20-നാണ് അയാൾ ശമ്പളം അവസാനമായി വാങ്ങിയത്. പേജുകൾ മറിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, വളരെ നന്ദി. താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലെന്ന് കരുതുന്നു. വിവരങ്ങൾ വളരെ രഹസ്യമായി വെക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങി. ഉച്ച കഴിഞ്ഞ് കുറെ സമയമായിരിക്കുന്നു. സായാഹ്ന പത്രം ശ്രദ്ധയിൽപ്പെട്ടു. വലിയ അക്ഷരത്തിൽ അതിൽ അച്ചടിച്ചിരിക്കുന്നു, കെൻസിംഗ്ടണിൽ കുഴപ്പം, ഒരു ഭ്രാന്തൻ കൊലപാതകം നടത്തി. അതിലെ ഉള്ളടക്കം വായിച്ചപ്പോൾ മിസ്റ്റർ ഹൊറേഡ് ഹാർക്കർ കൊടുത്തതായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഏതാണ്ട് 2 കോളം നിറയെ വിസ്മയിപ്പിക്കുന്ന സംഭവങ്ങളുടെ വിവരണം. ഈ സംഭവങ്ങൾ ബോധപൂർവം നടത്തിയ കൊലപാതകമല്ലെന്നും ഒരു വിഭ്രാന്തന്റെ കടന്നുകയറ്റങ്ങളാണെന്നും സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് ഓഫീസർ ലെസ്ട്രേഡും പ്രശസ്ത കുറ്റാന്വേഷകൻ ഷെർലക് ഹോംസും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അത് വായിച്ച ശേഷം ഹോംസ് പറഞ്ഞു, മിസ്റ്റർ വാട്സൺ, ഒരു പത്രം എന്നത് ശക്തിയേറിയ മാധ്യമമാണ്. അതുപയോഗിക്കാൻ അറിയണമെന്ന് മാത്രം. ഇനി നമുക്ക് കെൻസിംഗ്ടൺ തെരുവിലേക്ക് നീങ്ങാം. ഹാർഡിംഗ് ബ്രദേഴ്സിന്റെ കടയിൽ നിന്നും എന്ത് കിട്ടുമെന്ന് പരിശോധിക്കാം. ഹാർഡിംഗ് ബ്രദേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ വളരെ ഭവ്യനും നന്നായി സംസാരിക്കുന്ന ഒരു മാന്യ വ്യക്തിയുമായിരുന്നു. ശരിയാണ് സാർ, ഇതെല്ലാം ഞാനും വായിച്ചിരുന്നു. ഹൊറേഡ് ഹാർക്കർ ഞങ്ങളുടെ നല്ലൊരു കസ്റ്റമറാണ്. ഞങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് നെപ്പോളിയൻ പ്രതിമ വിറ്റത്. 3 എണ്ണം ഹെൽഡർ ആൻഡ് കമ്പനിയിൽ ഓർഡർ ചെയ്തിരുന്നു. അത് 3ഉം വിറ്റ് കഴിഞ്ഞു. ആ ബിൽ പുസ്തകം നോക്കിയാൽ അറിയാൻ കഴിയും മറ്റത് 2ഉം ആർക്കാണ് വിറ്റതെന്ന്. ഒരെണ്ണം ഹാർക്കർക്ക്, പിന്നെ ഒരെണ്ണം ലാബർണമിൻഡയിൽ താമസിക്കുന്ന ജോസഫിന്, അവസാനത്തേത് ലോവർ ഗ്രറോഡിലെ സാൻഫോർഡിന്. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. ഒരിക്കൽ കണ്ടാൽ മറക്കാൻ കഴിയാത്തതാണല്ലോ ഈ മുഖം. തീർച്ചയായും ഇവിടുത്തെ ജോലിക്കാർ പലരും ഇറ്റലിക്കാരാണ്. അവർക്കും പുസ്തകത്തിലൂടെ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിരിക്കും. കാരണം ബിൽ പുസ്തകം അങ്ങനെ രഹസ്യമായി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അറിയിക്കുക. സംഭാഷണങ്ങൾക്കിടയ്ക്ക് ഹോംസ് കുറെ നോട്ടുകൾ കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അന്വേഷണം തൃപ്തികരമായ നിലയിൽ മുന്നേറുന്നുവെന്ന് ഹോംസിന്റെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ബേക്കർ സ്ട്രീറ്റ് ലക്ഷ്യമാക്കി നീങ്ങി. ലെസ്ട്രേഡ് എത്തുന്നതിന് മുൻപ് എത്തണമല്ലോ. ബേക്കർ സ്ട്രീറ്റിൽ എത്തുമ്പോഴേക്കും ലെസ്ട്രേഡ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. മിസ്റ്റർ ഹോംസ്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇന്ന് വളരെ തിരക്ക് പിടിച്ച ദിവസം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് 2 ചില്ലറ വിൽപ്പന ഷോപ്പുകളും മൊത്ത വ്യാപാര കടയും സന്ദർശിക്കാനായി. ഇപ്പോൾ ഏതാണ്ട് കഥയ്ക്കൊരു രൂപം വന്നു തുടങ്ങി. എനിക്ക് വേറൊരു കഥയാണ് പറയാനുള്ളത് മിസ്റ്റർ ഹോംസ്. താങ്കളുടെ രീതികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നുവല്ലോ എൻ്റെ അന്വേഷണം. എൻ്റെയും ഇന്നത്തെ ദിവസം വളരെ ഫലപ്രദമായിരുന്നു. മരിച്ച ആളെ ഞാൻ തിരിച്ചറിഞ്ഞു. ഓ, നന്നായിരിക്കുന്നു. മാത്രമല്ല കൊലപാതകത്തിന്റെ കാരണവും കണ്ടെത്തി കഴിഞ്ഞു. ഓ, അത് വളരെ നന്നായിരിക്കുന്നു. ഇറ്റാലിയൻ കോളനിയായ സാഫ്രൺ ഹില്ലിൽ താമസിക്കുന്ന ഒരു ഇൻസ്പെക്ടർക്ക് ഈ മരിച്ചയാളെ അറിയാം. അയാളുടെ കഴുത്തിലെ കാത്തലിക് ചിഹ്നവും അയാളുടെ നിറവും കൂടി നോക്കിയപ്പോഴാണ് അയാൾ ആ പ്രദേശത്തുള്ള ആളാണെന്ന് മനസ്സിലായത്. ഇൻസ്പെക്ടർ ഹില്ലിന് ആളെ കണ്ടതും മനസ്സിലായി നേപ്പിൾസിലെ പെട്രോ വെന്നൂസിയാണെന്ന്. ലണ്ടനിലെ കുപ്രസിദ്ധ കുറ്റവാളികളിൽ ഒരാൾ. മാഫിയ ബന്ധമുള്ള ആളായിരുന്നിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ തമ്മിൽ വന്ന അഭിപ്രായ ഭിന്നത കൊലപാതകത്തിൽ അവസാനിച്ചതായിരിക്കണം. ആളെ തെറ്റാതിരിക്കാനാവണം അയാളുടെ ഫോട്ടോ കയ്യിൽ തന്നെ കരുതിയിരുന്നത്. പെട്രോ വെന്നൂസി അത് കയ്യിൽ വെച്ച് രണ്ടാമനെ ആക്രമിക്കാൻ തുനിയുമ്പോൾ അയാൾ ഇയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തി കാണും. അതാണ് സംഭവിച്ചത്. എന്തു പറയുന്നു മിസ്റ്റർ ഹോംസ്? കൈയടിച്ചുകൊണ്ട് ഹോംസ് സമ്മതിച്ചു. നന്നായിരിക്കുന്നു മിസ്റ്റർ ലെസ്ട്രേഡ്. പക്ഷേ ഈ നെപ്പോളിയൻ തലകൾ ഇതിനിടയിൽ എന്തിനു കയറി വന്നു? ആ പ്രതിമകളെക്കുറിച്ച് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ? ഇതൊരു ഭ്രാന്ത് പിടിച്ചവന്റെ ചെയ്തികളല്ലേ? പ്രധാനം അയാൾ നടത്തിയ കൊലപാതകമാണല്ലോ. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി? അത് വളരെ ലളിതമല്ലേ. ഞാൻ ഹില്ലിനെയും കൂട്ടി ഇറ്റാലിയൻ ക്വാർട്ടേഴ്സിലേക്ക് പോകും. ആ ഫോട്ടോയിൽ കാണുന്നയാളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യും. എന്താ എൻ്റെ കൂടെ വരുന്നോ?
അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത്. താങ്കൾ പറഞ്ഞതിനേക്കാൾ എളുപ്പമായി ഞാൻ കാര്യങ്ങൾ ചെയ്തു തീർക്കും. എന്നാലും അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട്. താങ്കൾ ഇന്നു രാത്രി ഞങ്ങളുടെ കൂടെ പോരുന്നുവെങ്കിൽ കുറ്റവാളിയെ കണ്ടെത്താനാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇറ്റാലിയൻ ക്വാർട്ടേഴ്സിലേക്കോ? ഇറ്റാലിയൻ ക്വാർട്ടേഴ്സിലേക്കല്ല, ചിസ്വിക്കിലേക്ക്. ഈ കൊലപാതകി അവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ന് രാത്രി നമുക്ക് ചിസ്വിക്കിലേക്ക് ഒരു യാത്ര പോകാം. നാളെ വേണമെങ്കിൽ ഇറ്റാലിയൻ ക്വാർട്ടേഴ്സിലേക്കും നീങ്ങാമല്ലോ. ഒരു ദിവസത്തെ കാത്തിരിപ്പ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അല്പനേരം നമുക്ക് ഉറങ്ങാം. രാത്രി 11:30 മണിയോടെ നമുക്ക് ആരംഭിക്കാം. മിസ്റ്റർ ലെസ്ട്രേഡ്, ഇന്ന് ഞങ്ങളുടെ ഒപ്പം അത്താഴം കഴിക്കാം. അതുകഴിഞ്ഞ് ചെറിയൊരു മയക്കം, പിന്നെ ഒരു യാത്ര. എന്താ, ഓക്കെ അല്ലേ? മിസ്റ്റർ വാട്സൺ, അതിനു മുമ്പ് എനിക്കൊരു പ്രധാന സന്ദേശം അയച്ചു കൊടുക്കാനുണ്ട്. താങ്കൾ അതിന് ആരെങ്കിലും ഒന്ന് ഏർപ്പാടാക്കണം. വൈകുന്നേരം മുഴുവൻ ഹോംസ് പഴയ കടലാസുകൾക്കും ഫയലുകൾക്കും ഇടയിൽ തിരഞ്ഞുകൊണ്ടിരുന്നു. പുറത്തു വന്നപ്പോൾ മുഖത്ത് വിജയഭാവം തെളിഞ്ഞു കണ്ടു. പക്ഷേ ഇൻസ്പെക്ടർ ലെസ്ട്രേഡിനോടും വാട്സനോടും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുകയുണ്ടായില്ല. പക്ഷേ വാട്സന് ഹോംസിന്റെ ഓരോ ചേഷ്ടകളും ശരിക്കും അറിയാവുന്നതുകൊണ്ട് വാട്സൺ ഊഹിച്ചു, ബാക്കിയുള്ള നെപ്പോളിയന്റെ തലയിൽ ഒരെണ്ണം ചിസ്വിക്കിലാണ്. ഈ വിചിത്രനായ കുറ്റവാളിയെ പിടിക്കാൻ അവന്റെ അടുത്ത ആക്രമണത്തിന് മുൻപ് അവിടെ എത്തുക. പത്രത്തിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയതിന്റെ പിന്നിലും ഹോംസിന്റെ ബുദ്ധിയെ അഭിനന്ദിക്കാതെ വയ്യ. കൊലപാതകയ്ക്ക് സ്വൈര്യമായി അടുത്ത പരിപാടി ആസൂത്രണം ചെയ്യാൻ ഇത് ഉപകരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇതിനു മുൻപ് ഹോംസ് തന്റെ കൈത്തോക്ക് കയ്യിലെടുത്ത ശേഷം വാട്സനോടും കൈത്തോക്ക് കൈവശം വെക്കാൻ പറഞ്ഞു. 11 മണിയോടെ അവർ വാനിൽ യാത്ര തുടങ്ങി. ഹാമർ സ്മിത്ത് പാലത്തിനടുത്തെത്തിയപ്പോൾ വണ്ടിക്കാരനോട് കാത്തു നിൽക്കാൻ പറഞ്ഞ് അവർ നടന്നു തുടങ്ങി. ലാബർണമില്ല കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല. വീട്ടിനകത്ത് എല്ലാവരും ഗാഠനിദ്രയിലാണ്. മുൻവശത്തെ മങ്ങിയ വെളിച്ചമൊഴികെ ഭൂരിഭാഗവും ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്നു. പുറത്തുള്ള റോഡിനെ വേർതിരിക്കുന്ന മരവേലിയുടെ നിഴലിൽ അവർ പതുങ്ങിയിരുന്നു. നമുക്ക് കുറെ സമയം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മഴ പെയ്യാത്തത് എന്തായാലും ഭാഗ്യം. ഏതായാലും ഈ കഷ്ടപ്പാടുകൾക്ക് ഗുണമുണ്ടാവുമെന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. തീരെ അപ്രതീക്ഷിതമായി നിശബ്ദമായി ഒരു കറുത്ത രൂപം നടപ്പാതയിലെ വെളിച്ചത്തിലൂടെ വീട്ടിലെ നിഴലിൽ മറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ജനൽ തുറക്കുന്ന ഇറുകിയ ശബ്ദം അവർ കേട്ടു. അയാൾ പതുക്കെ വീടിനകത്തേക്ക് കടന്നു കഴിഞ്ഞു. ഉദ്ദേശിച്ച സ്ഥലത്ത് കാണാത്തതിനാലാവണം ഒരു പ്രകാശം വീടിനുള്ളിൽ മിന്നിമറഞ്ഞും തെളിഞ്ഞും കൊണ്ടിരുന്നു. അയാൾ വീടിനുള്ളിൽ പ്രതിമ തിരയുകയാണ്. നമുക്ക് ആ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ അകത്ത് കടക്കാം. അവൻ പുറത്തു വരുന്ന സമയം നോക്കി അവനെ കയറി പിടിക്കാം, ലെസ്ട്രേഡ് പതുക്കെ പറഞ്ഞു. പക്ഷേ അവർ നീങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ പുറത്തു കടന്നു. കയ്യിൽ വെളുത്ത എന്തോ സാധനമുണ്ട്. അയാൾ ചുറ്റും നോക്കി. അവർക്ക് നേരെ പുറം തിരിഞ്ഞു നിന്നു. എന്തോ തട്ടുകയും ഉടയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ട ഉടനെ ഹോംസ് പെട്ടെന്ന് അയാളെ കടന്നു പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് വാട്സണും ലെസ്ട്രേഡും ചേർന്ന് അയാളെ വിലങ്ങുകളാൽ ബന്ധിച്ചു. കിതച്ചുകൊണ്ട് ക്രൂരമായി അവരെ നോക്കിയ ആ മുഖം അവർ വ്യക്തമായി കണ്ടു. ആ ഫോട്ടോയിൽ കണ്ട അതേ ആൾ തന്നെ, ബെപ്പോ. ഹോംസ് അപ്പോഴും കുറ്റവാളിയെ വിട്ട് പ്രതിമ ചിതറിക്കിടക്കുന്ന സ്ഥലം ചികയുകയായിരുന്നു. അതും നെപ്പോളിയൻ പ്രതിമ തന്നെ. ഓരോ കഷ്ണവും വിശദമായി പരിശോധിച്ച് അത് നെപ്പോളിയന്റെ തലയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അകത്തെ വിളക്കുകൾ തെളിഞ്ഞു. ഷർട്ടും ട്രൗസറും ധരിച്ച മാന്യനായ വീട്ടുടമസ്ഥൻ പുറത്തേക്കിറങ്ങി വന്നു. മിസ്റ്റർ ജോസഫ് അല്ലേ? അതെ സാർ. താങ്കൾ ഷെർലക് ഹോംസ് ആണല്ലേ? താങ്കൾ കൊടുത്തയച്ച കുറിപ്പ് സമയത്ത് തന്നെ കിട്ടി. എഴുതിയ പ്രകാരം എല്ലാ വാതിലുകളും അകത്തുനിന്ന് അടച്ച് ഞങ്ങൾ കാത്തിരുന്നു. ഏതായാലും ഈ ദ്രോഹിയെ കിട്ടിയല്ലോ, അത് മതി. ഇൻസ്പെക്ടർ ലെസ്ട്രേഡിന് കുറ്റവാളിയെ സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിക്കണം എന്നതുകൊണ്ട് അവർ 4 പേരും വണ്ടിയിൽ തിരിച്ച് യാത്രയായി. കുറ്റവാളി ഒന്നും ഉരിയാടാതെ ഇടയ്ക്ക് മാത്രം അവരെ ഓരോരുത്തരെയായി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം അവന്റെ വസ്ത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതാനും ഷില്ലിംഗ് നാണയങ്ങളും ഒരു നീണ്ട കത്തിയും കിട്ടി. എന്തായാലും മിസ്റ്റർ ഷെർലക് ഹോംസ്, താങ്കളുടെ അത്ഭുതകരമായ ഈ ബുദ്ധിസാമർത്ഥ്യത്തെ അഭിനന്ദിക്കാതെ വയ്യ. എത്ര സമർത്ഥമായാണ് താങ്കൾ ഇവന് കൊടുക്കിയത്. എന്നാലും ചിലതൊക്കെ വിട്ടുപോയ മാതിരി. എവിടെയോ എന്തൊക്കെയോ. ഇൻസ്പെക്ടർ ലെസ്ട്രേഡ്, വിശദീകരണത്തിന് ഇപ്പോൾ സമയമില്ല. ഇനിയും 1-2 കാര്യങ്ങളിൽ വിശദീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. നാളെ 6 മണിയോടുകൂടി എൻ്റെ മുറിയിലേക്ക് വരൂ. താങ്കൾ ഇനിയും കുറേയൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഇതൊരു സാധാരണ ക്രൈമല്ല, ഒരു അസാധാരണ ചരിത്ര സംഭവമാകാൻ പോകുന്നവയാണ്. മാത്രമല്ല നെപ്പോളിയന്റെ പ്രതിമകൾ ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. പിറ്റേ ദിവസം കണ്ടുമുട്ടിയപ്പോൾ ഹോംസിന് കുറേയധികം കാര്യങ്ങൾ ലെസ്ട്രേഡിനോട് പറയാനുണ്ടായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ലെസ്ട്രേഡ് തൻ്റെ വിവരശേഖരണങ്ങളുടെ കെട്ടഴിച്ചു. മിസ്റ്റർ ഹോംസ്, അവൻ്റെ പേര് ബെപ്പോ എന്ന് തന്നെ. നല്ലൊരു ശില്പിയായിരുന്നു അയാൾ. നല്ലപോലെ അധ്വാനിക്കും. ഈ അടുത്ത കാലത്തായി അയാൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു. 2 വട്ടം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു.
ഒരെണ്ണം നിസാര മോഷണത്തിനും മറ്റേത് ഒരാളെ കുത്തിയതിനും. നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷേ പ്രതിമകൾ മോഷ്ടിച്ചതിനോ തകർത്തതിനോ അയാൾക്കൊന്നും പറയാനില്ല. എത്ര ചോദിച്ചിട്ടും. ഇയാൾ തന്നെയാണ് ഇയാൾ നശിപ്പിച്ച ഈ പ്രതിമകൾ എല്ലാം ഉണ്ടാക്കിയതും. കാരണം ആ സമയത്ത് അയാൾ ഗെൽഡർ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു. ഇതെല്ലാം ശ്രദ്ധയോടെ ഹോംസ് കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ശരിക്കും അറിയാവുന്ന വാട്സന് തോന്നി അദ്ദേഹത്തിൻ്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന്. ഹോംസിൻ്റെ മുഖത്തെ ആകാംക്ഷയും അസ്വാസ്ഥ്യവും അത് വിളിച്ചോതുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. പെട്ടെന്ന് ഹോംസിൻ്റെ കണ്ണുകളിൽ പ്രകാശം വിടർന്നു. ചുവന്ന മുഖവും നീണ്ട കൃതവുമുള്ള ഒരു മധ്യവയസ്കൻ കയ്യിൽ ഒരു സഞ്ചിയുമായി കടന്നു വന്നു. മിസ്റ്റർ ഷെർലക് ഹോംസ് ഇവിടെയുണ്ടോ? ആ വരൂ. മിസ്റ്റർ സെൻഫോർഡ് അല്ലേ? അതെ സാർ. ഞാൻ വൈകിയില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ല. ഇവിടെ ട്രെയിൻ യാത്ര അത്ര സുഖമുള്ളതല്ല. താങ്കൾ ഈ പ്രതിമയെക്കുറിച്ച് എനിക്ക് എഴുതിയിരുന്നല്ലോ. അതെ. താങ്കളുടെ ഈ കത്ത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ഇത്തരം പ്രതിമകൾ എൻ്റെ കൈവശമുണ്ടെന്ന്? നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. പക്ഷേ അത് വളരെ നിസ്സാരമല്ലേ. ഹാർഡിംഗ് ബ്രദേഴ്സിൻ്റെ ഉടമസ്ഥൻ ഹാർഡിംഗ് തന്നെയാണ് താങ്കൾക്ക് പ്രതിമകൾ വിറ്റ കാര്യം എന്നെ അറിയിച്ചത്. അദ്ദേഹം തന്നെയാണ് താങ്കളുടെ മേൽവിലാസം തന്നതും. ഓ, അത് നന്നായിരിക്കുന്നു. അദ്ദേഹം ഇതിൻ്റെ വിലയും പറഞ്ഞു തന്നോ? ഇല്ല, വിലയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ സത്യസന്ധനാണ് സാർ. ഞാൻ 15 ഷില്ലിംഗ് മാത്രമേ ഇതിന് നൽകിയുള്ളൂ. താങ്കളുടെ സത്യസന്ധതയിൽ അഭിമാനം തോന്നുന്നു. പക്ഷേ ഞാൻ വാക്ക് തെറ്റിക്കുന്നില്ല. 10 പൗണ്ട് തന്നെ ഞാൻ ഇതിന് വില നിശ്ചയിക്കുന്നു, നേരത്തെ വാഗ്ദാനം ചെയ്ത പോലെ. ഓ, വളരെ നന്ദി സാർ. ദേ, ഞാൻ ആ പ്രതിമ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, താങ്കൾക്കിതെടുക്കാം. പല പ്രാവശ്യം തകർന്നു വീണ പ്രതിമയെ മുഴുവൻ രൂപത്തിൽ കണ്ട അവർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നി. ഹോംസ് 10 പൗണ്ട് നോട്ടെടുത്ത് വെച്ചു, കൂടെ ഒരു കടലാസും. സെൻഫോർഡ്, താങ്കൾ ദയവായി ഈ കടലാസിൽ ഒപ്പിട്ട് തരിക. കൂടെ 2 സാക്ഷികളും വേണം. ഈ പ്രതിമയെ സംബന്ധിച്ച എല്ലാ അവകാശങ്ങളും എനിക്ക് കൈമാറിയിരിക്കുന്നു എന്ന പ്രമാണമാണത്. ചിട്ട പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമുള്ളയാളാണ് ഞാൻ. ഇതാ, താങ്കൾക്കുള്ള 10 പൗണ്ട്. ദാ അവിടെ ഒപ്പിട്ടോളൂ. യെസ്, വളരെ നന്ദി മിസ്റ്റർ സ്റ്റെൻഫോർഡ്. നമുക്ക് പിന്നെ കാണാം. അവരുടെ സന്ദർശകൻ യാത്രയായതോടെ ഹോംസ് ആവേശഭരിതനായി. അദ്ദേഹത്തിൻ്റെ മുഖഭാവം പെട്ടെന്ന് വളരെ ഗൗരവം പൂണ്ടു. മേശവലിപ്പിൽ നിന്നും ഒരു വെളുത്ത വസ്ത്രമെടുത്ത് പ്രതിമയുടെ മുകളിൽ വെച്ചു. ഒരു വലിയ ചുറ്റികയെടുത്ത് വളരെ ശ്രദ്ധയോടെ ഹോംസ് ആ പ്രതിമയുടെ തലയുടെ നെറുകയിൽ തന്നെ ആഞ്ഞൊരടി. അത് നിരവധി കഷ്ണങ്ങളായി മുറിയാകെ ചിതറി. ചിതറിയ കഷ്ണങ്ങൾ ഓരോന്നായി ഹോംസ് ചികഞ്ഞു നോക്കി. ഒടുവിൽ ഒരു കഷ്ണം മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഹോംസ് ഉറക്കെ അലറി. അതിനകത്ത് വട്ടത്തിലുള്ള കറുത്ത എന്തോ സാധനം പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇതാ ബോർഗ്യാസിലെ കറുത്ത മുത്ത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. കുറച്ചു നേരത്തേക്ക് വാട്സണും ലെസ്ട്രേഡും നിശബ്ദരായിരുന്നു. പെട്ടെന്ന് സംഭവം മനസ്സിലായതോടെ അവർ കൈയടിച്ച് അതിനെ വരവേറ്റു. ഉദ്യോഗജനകമായ നാടകത്തിലെ അവസാന രംഗത്തിലെന്ന പോലെ ഷെർലക് ഹോംസ് കഥാനായകനായും അവർ കാണികളായും മാറി. ഹോംസിന്റെ വിരിഞ്ഞ കവിളുകൾ ചുവന്നു തുടുത്തു. വാട്സന് മുൻപ് പലപ്പോഴും തോന്നിയതുപോലെ ഇന്നും ഹോംസ് തന്റെ ചെയ്തികളിൽ പ്രശംസ ചൊരിയുന്നത് കാണാൻ കൗതുകം പൂണ്ടു നിൽക്കുന്ന കുട്ടിയായി മാറി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറയട്ടെ. ഇതാണ് ലോകത്ത് ഇന്നേ വരെയും കണ്ടിട്ടുള്ള പ്രസിദ്ധമായ വിലപിടിപ്പുള്ള കറുത്ത മുത്ത്. ദാക്രെ ഹോട്ടലിലെ കൊളോണിയ രാജാവിൻ്റെ കിടപ്പുമുറിയിൽ വെച്ചാണ് ഈ മാണിക്യം ആദ്യമായി കാണാതായത്. ലെസ്ട്രേഡ്, ഒരുപക്ഷെ താങ്കൾ ഓർക്കുന്നുണ്ടാവും ഈ മുത്ത് നഷ്ടമായപ്പോഴുള്ള കോലാഹലങ്ങൾ. ആ കേസുമായി ബന്ധപ്പെട്ട് അധികാരികൾ എന്നെയും സമീപിച്ചിരുന്നു. രാജ്ഞിയുടെ ഇറ്റാലിയൻ വേലക്കാരിയിൽ അന്ന് സംശയം ഉദിച്ചിരുന്നു. അവരുടെ സഹോദരൻ ലണ്ടനിലുണ്ടെന്നും അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതിൽ എല്ലാവരും പരാജയപ്പെട്ടു. അവരുടെ പേര് ഞാൻ ഓർത്തു വച്ചിരുന്നു. ലുക്രേഷ്യ വെന്യൂസി. 2 ദിവസം മുൻപ് മരണപ്പെട്ട പെട്രോ വെന്യൂസി അവരുടെ സഹോദരനാണെന്ന് എനിക്ക് സംശയം തോന്നി. പഴയ പത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമായി. മുത്തു നഷ്ടപ്പെട്ടതിന് കൃത്യം 2 ദിവസം മുൻപാണ് ബെപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് വ്യക്തമായി. അതേസമയത്താണ് ഗെൽഡർ കമ്പനിയിൽ ഈ പ്രതിമകൾ നിർമ്മിക്കുകയുണ്ടായത്. ഇനി ഈ സംഭവങ്ങളെ ഒന്ന് കോർത്തിണക്കി നോക്കൂ. ഈ മുത്ത് എങ്ങനെയോ ബെപ്പോയുടെ കയ്യിൽ വന്നുപെട്ടു. ഒരു പക്ഷേ പെട്രോ വെന്യൂസിയിൽ നിന്നും മോഷ്ടിച്ചതാവാം. അയാൾ ഒരു പക്ഷേ പെട്രോയുടെ കൂട്ടുകാരനാവാം. അല്ലെങ്കിൽ പെട്രോയും സഹോദരിയും തമ്മിലുള്ള ഇടപാടിൽ ഒരു ഇടനിലക്കാരൻ. ഇതിലെ മുഖ്യ സംഭവം എന്ന് പറയുന്നത് ബെപ്പോയുടെ കയ്യിൽ മുത്ത് വന്നുപെട്ട സമയത്താണ് ഇയാളെ പോലീസ് അന്വേഷിച്ചു വരുന്നത്. അയാൾ താൻ ജോലി ചെയ്യുന്ന കടയിലെത്തി എങ്ങനെയെങ്കിലും ഈ മുത്ത് ഒളിപ്പിച്ചു വെക്കാനുള്ള വെമ്പലിലായിരുന്നു. ആ സമയത്ത് തന്നെയാവണം 6 നെപ്പോളിയൻ പ്രതിമകൾ പണിത് പൂർത്തിയാക്കി ഉണക്കാൻ വെച്ചിരുന്നത്. അതിലൊരെണ്ണത്തിന്റെ നനവ് മാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബെപ്പോ പതുക്കെ ആ മുത്ത് ആ പ്രതിമയുടെ തലയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് വിദഗ്ധമായി തന്നെ പ്രതിമ പഴയപടിയാക്കി, ആർക്കും കണ്ടുപിടിക്കാനാവാത്ത വിധത്തിൽ. ഇതിനിടയിൽ ബെപ്പോ അറസ്റ്റിലായി.
ഒരു കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾ പ്രതിമകളെക്കുറിച്ച് അറിയുവാനായി വീണ്ടും ഗെല്ലർ കമ്പനിയിൽ വന്നു. അവിടെ ജോലി ചെയ്തിരുന്ന തൻ്റെ ബന്ധു മുഖേന അയാൾ പ്രതിമകളുടെ ഉടമസ്ഥന്മാരെ കണ്ടെത്തി. അപ്പോഴേക്കും ആ 6 പ്രതിമകളും ലണ്ടനിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ടു കഴിഞ്ഞു. ബെപ്പോ പക്ഷേ പരിഭ്രമിച്ചില്ല. തികച്ചും ആത്മസംയമനത്തോടെ അയാൾ മോൾസ് ഹഡ്സന്റെ കടയിൽ തൻ്റെ പ്രവൃത്തി പരിചയമൊക്കെ പറഞ്ഞ് ജോലിക്ക് കയറി. 3 പ്രതിമകൾ പോയ വഴി അങ്ങനെ അയാൾ ഹാർഡിംഗ് സ്റ്റോറിലെ ഒരു ഇറ്റാലിയൻ ജീവനക്കാരനെ സ്വാധീനിച്ച് മനസ്സിലാക്കിയെടുത്തു. അവിടെ നിന്നും ഹാർക്കറുടെ വീട്ടിൽ നിന്നും അത് കരസ്ഥമാക്കാൻ ചെന്നപ്പോഴാണ് പെട്രോ വെന്നൂസിയുമായി ഏറ്റുമുട്ടേണ്ടി വന്നത്. ആ മൽപ്പിടുത്തത്തിൽ പെട്രോ കൊല്ലപ്പെട്ടു. അല്ല മിസ്റ്റർ ഹോംസ്, ബെപ്പോയും പെട്രോ വെന്നൂസിയും കൂട്ടുകാരായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ബെപ്പോയുടെ ഫോട്ടോ മറ്റേയാൾ കൈവശം കൊണ്ടു നടന്നത്? അത് വ്യക്തമല്ലേ? ബെപ്പോയെ അന്വേഷിച്ച് നടക്കുന്ന പെട്രോ വെന്നൂസി അയാളെ കണ്ടെത്താനായി എടുത്ത ഉപായമാണിത്. ഫോട്ടോ കാണിച്ചാലെങ്കിലും ബെപ്പോ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. പെട്രോയുടെ കൊലപാതകത്തിന് ശേഷം ബെപ്പോ തൻ്റെ അന്വേഷണങ്ങൾ ഒന്നുകൂടി ഊർജിതപ്പെടുത്തി. ഹാക്കറുടെ വീട്ടിലെ പ്രതിമയിൽ നിന്നും അയാൾക്ക് മുത്തു കിട്ടിയോ ഇല്ലയോ എന്നതും എന്നെ കുഴക്കിയ പ്രശ്നമായിരുന്നു. പക്ഷേ അയാളുടെ അന്വേഷണം തുടരുന്നുണ്ടെന്ന് എനിക്കുള്ളിൽ ഒരു തോന്നലുണ്ടായി. അങ്ങനെയെങ്കിൽ ഇനി അവശേഷിക്കുന്ന 2 പ്രതിമകളിൽ ഏതായിരിക്കും ആദ്യത്തെ ആക്രമണത്തിനിരയാവുക? അത് ലണ്ടനിലേതെന്ന് ഞാൻ ഊഹിച്ചു. ഉടനെ ആ വീട്ടിലെ താമസക്കാരെ മുൻകൂട്ടി വിവരമറിയിച്ചു. അവിടെ വെച്ച് നടന്ന അനുഭവങ്ങൾ എൻ്റെ നിഗമനങ്ങളെല്ലാം ശരിയാവുന്നുവെന്ന് സമർത്ഥിച്ചു. ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ പേരാണ് പെട്രോ വെന്നൂസി. ഈ സംഭവങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. ഒടുവിൽ ഒരു പ്രതിമ മാത്രം ബാക്കിയായപ്പോൾ ഞാനത് 10 പൗണ്ട് കൊടുത്തു വാങ്ങി. അതിനകത്ത് മുത്തുണ്ടാവുകയും ചെയ്തു. ഞങ്ങൾ സ്കോട്ട്ലാൻഡ് യാർഡുകാർ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിദഗ്ധമായ ഒരു അന്വേഷണം ഞങ്ങൾ കണ്ടിട്ടില്ല. താങ്കളെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു മിസ്റ്റർ ഹോംസ്. സ്കോട്ട്ലാൻഡ് യാർഡിലെ ഏറ്റവും പ്രായം കൂടിയ ഇൻസ്പെക്ടർ തൊട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസുകാരൻ വരെ താങ്കൾക്കൊരു ഹസ്തദാനം ചെയ്യാൻ കൊതിക്കും. നന്ദി മിസ്റ്റർ ലെസ്ട്രേഡ്, വളരെ നന്ദി. ഒരു നിമിഷത്തേക്ക് ഹോംസ് സ്വയം മറന്ന് വികാരാധീനനായി നിന്നു. പിന്നെ വാട്സനെ നോക്കി പറഞ്ഞു, വാട്സൺ, ഈ മുത്ത് ഭദ്രമായി വെക്കൂ. ഓക്കെ മിസ്റ്റർ ലെസ്ട്രേഡ്. ഇതുപോലെ ഇനിയും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ അറിയിക്കൂ. എനിക്ക് സന്തോഷമേ ഉള്ളൂ.